Good morning to all. I am Monisha, Faculty of Commerce Department. I heartily welcome all new students in our St. Joseph family. As a part of orientation program, today I am going to take a class about how to prepare for your exam. As we know, some of the students prepare one day or 1 week before the exam. This is not a good approach. I will provide certain tips of your study. It will help you to study more better. Okay, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് 10 ടിപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഗീവ് യുവർ സെൽഫ് ഇനഫ് ടൈം ടു സ്റ്റഡി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് 1 മണിക്കൂർ ഇത്ര ദിവസം പഠിക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു നിശ്ചയമുണ്ടായിരിക്കണം. ഞാൻ പഠിക്കണം, ഇത്ര മണിക്കൂർ പഠിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്, എത്രത്തോളം എക്സാം ആണ് നിങ്ങൾക്ക് വരാനുള്ളത്, അതൊക്കെ അതിൻ്റെയൊക്കെ പ്ലാനിലായിരിക്കണം നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വൺ മോർ തിങ്, ഡു നോട്ട് ലീവ് എനിത്തിങ് ഫോർ ദ ലാസ്റ്റ് മൊമെൻറ്റ്. എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ പഠിക്കാം എന്ന് ഒരു ടോപ്പിക്കും ഒരു കോൺസെപ്റ്റും നിങ്ങൾ മാറ്റി വെക്കരുത്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് ടിപ്പ്, നോട്ട് പ്രിപ്പറേഷൻ. ഓക്കെ, പ്രോപ്പറായിട്ട് നോട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിവിഷൻ്റെ സമയത്തൊക്കെ അത് ഹെൽപ്ഫുൾ ആവുള്ളൂ. ഈവൻ കോമ്പറ്റീറ്റീവ് എക്സാം ആയാൽ പോലും ഏത് എക്സാം ആയാലും നിങ്ങൾക്ക് നോട്ട് പ്രിപ്പറേഷനാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി നമുക്ക് പറയാം. സ്ട്രാറ്റജി നെയിം മൈ നോട്ട്സ്. സ്ട്രാറ്റജി നെയിം മൈ നോട്ട്സ്. ഓക്കെ, ഇതിലെ എം സ്റ്റാൻഡ്സ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. While making notes, you need to remember, write only important points. Never write any detailed explanation, never write any paragraph. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലെക്ചർ നോട്ടിൽ എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ദെൻ വൈ സ്റ്റാൻഡ്സ് ഫോർ യുവർ ഹാൻഡ് റൈറ്റിംഗ്. യുവർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങളുടെ കൈയക്ഷരത്തിലുള്ള നോട്ടാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. വേറൊരാളുടെ ലെക്ചർ നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇറ്റ് ഇസ് വെരി ഈസിയർ ടു റിവൈസ് ദ നോട്ട്സ് അറ്റ് ദ ടൈം ഓഫ് ദ റിവിഷൻ. റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ നോട്ട്സ് ആണ് ഉപയോഗപ്രദമാവുക. അതുകൊണ്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള നോട്ടായിരിക്കണം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നൈസ് ഹാൻഡ് റൈറ്റിംഗ്. എഴുതുന്ന കാര്യം നീറ്റായിട്ട് എഴുതണം, വൃത്തിയോടുകൂടി എഴുതണം. ഇഫ് യു ഡോണ്ട് റൈറ്റ് പ്രോപ്പർലി യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ റിവിഷൻ്റെ സമയത്ത്, റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ നോട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് വളരെ നീറ്റായിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കണം. ഓക്കെ, ദെൻ ഓർഗനൈസ്ഡ്. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ നോട്ട് എഴുതുമ്പോൾ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പീരീഡ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ക്ലാസ്സിൽ നിങ്ങൾ ഫസ്റ്റ് പേജിൽ തന്നെ നോട്ടൊക്കെ എഴുതുന്നു. ദെൻ സെക്കൻഡ് പീരീഡ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ബുക്കിൽ തന്നെ 2ാമത്തെ പേജിൽ നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് മാനർ അല്ല. ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഓർഗനൈസ്ഡ് ചെയ്ത് നിങ്ങൾ എഴുതണം. ഒരു ടോപ്പിക് എഴുതുമ്പോൾ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുത്തിട്ട് വളരെ നീറ്റായിട്ട് എഴുതണം. ഓക്കെ, ദെൻ another one, T stands for tricky points. While making notes, you will come always difficult words. Okay, difficult name. ഡിഫിക്കൽട്ട് നെയിമിലൂടെ, ഡിഫിക്കൽട്ട് വേർഡ്സിലൂടെ നിങ്ങൾ കടന്നു പോകും. സോ ഡോണ്ട് റിമെമ്പർ, ഹൈലൈറ്റ് ഓർ അണ്ടർലൈൻ ദം. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡോ നെയിമോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അണ്ടർലൈൻ ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നിങ്ങളിപ്പോൾ നോട്ട് വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ, അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ എറർ ഫ്രീ. എഴുതുന്ന കാര്യം അത് പക്കയായിരിക്കണം, തെറ്റില്ലാതെ നിങ്ങൾ എഴുതണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യാം. തെറ്റില്ലാണ്ട് എഴുതണം. തെറ്റില്ലാണ്ട് എഴുതണമെങ്കിൽ നിങ്ങൾ അത്രയും ആ ഒരു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലെക്ചർ നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ പരമാവധി ഷോർട്ട് ആക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഫങ്ഷൻസ് ഉപയോഗിക്കാം. സിമ്പിൾ ഉപയോഗിക്കാം, ആൻഡിന് സിമ്പിൾ ഉപയോഗിക്കാം, ഫങ്ഷൻ എന്ന് പറയുന്നതിന് എഫ് ഉപയോഗിക്കാം, മിനി മാക്സിനെ മിൻ എന്ന് ഉപയോഗിക്കാം, മാക്സി മിനിനെ മാക്സ് എന്ന് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോർട്ട് കീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് വേറൊരാളുടെ നോട്ട്ബുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരാളുടെ നോട്ട് അവരുടെ
കംഫർട്ട് അനുസരിച്ചിട്ടാണ് അവർ ഷോർട്ട് കീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ നോട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇതിൽ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് നോട്ട് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അതിൽ മൈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ എഴുതുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ, യുവർ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. നൈസ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം, ഓർഗനൈസ്ഡ് മാനറിൽ എഴുതണം, ട്രിക്കി പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എറർ ഫ്രീ ആയിരിക്കണം, അതേപോലെ തന്നെ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടിപ്സ് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം, then അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നോട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ തേർഡ് ടിപ്പ്, സ്റ്റഡി സ്പേസ്. നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന സ്ഥലം, ആ സ്റ്റഡി സ്പേസ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടായിരിക്കണം, വളരെ പ്ലസൻ്റ് ആയിരിക്കണം, വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ചെറിയ സ്ഥലമായാലും വലിയ സ്ഥലമായാലും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് നിങ്ങളത് വളരെ സെറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണ് ഒരു പേന വെക്കാനുള്ള സ്ഥലം, ബുക്ക് വെക്കാനുള്ള സ്ഥലം, വെള്ളം കുപ്പി വെക്കാനുള്ള സ്ഥലം, അങ്ങനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് ആ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നണം. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി സ്പേസ് അറേഞ്ച് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ഹെൽത്തി ഫുഡ്. ഡു നോട്ട് ഈറ്റ് അൺഹെൽത്തി ഫുഡ് ഓർ ജങ്ക് ഫുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് എക്സാമിൻ്റെ സമയത്തായാലും ക്ലാസ്സിലിരിക്കുമ്പോഴായാലും നിങ്ങൾക്കത് ഉറക്കം വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും കീപ്പ് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫിറ്റ് ബൈ ചൂസിങ് നാച്ചുറൽ ഫുഡ് ഓർ ഫ്രഷ് ഫുഡ്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നട്ട്സ്, ഓക്കെ, ഫ്രൂട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു ആൻഡ് കുഡ് ഇംപ്രൂവ് യുവർ കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ചെറിയൊരു കാര്യമാണ്, ബട്ട് ഒരു വലിയൊരു തിങ്ങുമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരുപാട് വെള്ളം കുടിക്കണം. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തായാലും ക്ലാസ്സിൽ നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു, എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, അത് നല്ലൊരു തീമാണ്, നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് നല്ലൊരു ടിപ്പാണത്. ഹെൽത്തി ഫുഡ് കഴിച്ച് നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടേക്ക് റെഗുലർ ബ്രേക്ക്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളൊരു തെറ്റായ ധാരണ പല കുട്ടികളിലുമുണ്ട്. അത് മാറ്റണം. അതായത് നമുക്കൊരു 1 അവർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കാം. ആ ഒരു നമ്മൾ എടുക്കുന്ന ബ്രേക്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, അതേപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള എന്തും തന്നെ ചെയ്യാം. ഓക്കെ, ലോങ് ടേം റിട്ടൻഷൻ ഓഫ് നോളജ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. നമുക്ക് ഒരുപാട് നേരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കയറും എന്നുള്ളൊരു ധാരണ നിങ്ങൾ മാറ്റണം. അതുകൊണ്ട് തന്നെ ടേക്ക് റെഗുലർ ബ്രേക്ക്. ഓക്കെ, ദെൻ അനദർ ടിപ്പ്, പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു ശീലമാണ് ക്രാമിംഗ് എന്ന് പറയുന്നത്. ഡു നോട്ട് ക്രാം. മനപ്പാഠം ചെയ്യരുത്. എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്ന കുട്ടികളിലാണ് ഈ ഒരു ശീലം കണ്ടിട്ടുള്ളത്. മനപ്പാഠം ചെയ്ത് വെക്കുക. അവർ ഒരു ലെക്ചർ നോട്ടോ ഒന്നും തന്നെ തയ്യാറാക്കില്ല, ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ കാണുന്നത് അത് മനപ്പാഠം പഠിച്ചിട്ട് എക്സാമിന് പോകുന്നു. അത് സ്ട്രെസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് പനി, തലവേദന, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന കുട്ടികളുടെ മെയിൻ റീസൺ ഇതാണ്, ക്രാമിംഗ് ആണ്. അപ്പോൾ ഈ ക്രാമിംഗ് ഒഴിവാക്കാനാണ് ഏറ്റവും ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് നോട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചത് ക്ലാരിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ക്രാമിങ്ങിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും ക്രാം ചെയ്യരുത്, മനപ്പാഠം ചെയ്യരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് ഓൺ ഓൾഡ് എക്സാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. അത് ഏത് തരത്തിലുള്ള എക്സാം ആയിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും നിങ്ങളുടെ എക്സാം ആയാലും യൂണിവേഴ്സിറ്റി എക്സാം ആയാലും, നമ്മളൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതിന് മുന്നേ ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും, ആ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാറുള്ളത്, ഇനി നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിക്കുക. ഓക്കെ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ അനദർ വൺ, എക്സ്പ്ലെയിൻ യുവർ ആൻസേഴ്സ് ടു അതേഴ്സ്. നിങ്ങളുടെ ആൻസർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കാം, ഒരു കമ്പൈൻ സ്റ്റഡി ആയിരിക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒരു ആൻസർ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് മാർക്കാണ്. എന്തുകൊണ്ടാണ്? വേ ഓഫ് റൈറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്. അവർ ഏത് രീതിയിലാണ് ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുന്നത് അത് നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. ഓക്കെ, then next one, revise again.
അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള നോട്ട് നമ്മൾ ഡെയിലി നമുക്കിപ്പോൾ ഇക്വേഷനൊക്കെ ആണെങ്കിൽ ഡെയിലി നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ വീണ്ടും വീണ്ടും അത് റീഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും വീണ്ടും റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എറർ ഫ്രീ ആയിരിക്കണം, തെറ്റില്ലാതെ ആയിരിക്കണം നമ്മൾ നോട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവൈസ് എഗെയിൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടിപ്പാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കീപ്പ് ദ ഫോൺ എവേ ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡി. ഓക്കെ, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫോൺ നിങ്ങൾ മാറ്റി വെക്കുക. അത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് ചെയ്തേ പറ്റും. ഇപ്പോൾ ഡാറ്റ ഓഫ് ആക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫോൺ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. പലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാം, മെസ്സേജ് വരാം, അതൊക്കെ നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു പഠിക്കാനിരിക്കുന്ന ആ ഒരു ശ്രദ്ധ മാറ്റിക്കളയും. അതുകൊണ്ട് നിങ്ങൾ ഫോൺ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ 10 ടിപ്സ് നമ്മൾ കണ്ടു. പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ എത്രത്തോളം എക്സാം ഉണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ട് പ്രിപ്പറേഷൻ, അതിൽ നമ്മൾ മൈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്തു. ദെൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഹെൽത്തി ഫുഡ്, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക. ഓക്കെ, ദെൻ റെഗുലർ ബ്രേക്ക്, ടേക്ക് റെഗുലർ ബ്രേക്ക്. ദെൻ ഡു നോട്ട് ക്രാം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ദെൻ ലാസ്റ്റ് വൺ, നമ്മൾ ഫോൺ എന്ത് ചെയ്യുക, ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇഫ് യു ആർ ഫോളോയിങ് ദീസ് സ്റ്റെപ്സ് പ്രോപ്പർലി, you will get a good result. Okay, thank you.